ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻസിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാണുക എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. നേരത്തെ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണിയുമായി ബന്ധപ്പെട്ട കുറേ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വരുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു 1 lakh ആണ് നമ്മുടെ ലോൺ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ആ 1 lakhന് മുകളിൽ എല്ലാ വർഷവും ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഒരു 10% ആണ് ഇൻട്രസ്റ്റ് വരുന്നതെങ്കിൽ എല്ലാ വർഷവും 10% ഇൻട്രസ്റ്റ് നമ്മൾ കാണുന്നു. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ ഇവിടെ 1 lakhന് 10% ഇൻട്രസ്റ്റ് എങ്കിൽ ഒന്നാമത്തെ വർഷം ഇൻട്രസ്റ്റ് എത്ര വരും? 1 lakhൻ്റെ 10% എന്ന് പറയുമ്പോൾ 10,000 വരും. അപ്പോൾ രണ്ടാമത്തെ വർഷം ഈ എമൗണ്ട് 1 lakhൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഒന്നാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എമൗണ്ട് എത്രയായിട്ട് മാറും? 1,10,000 ആയിട്ട് മാറും. ഈ 1,10,000-നാണ് രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് 10% കാണുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് എത്രയായിട്ട് മാറും? 1,10,000-ൻ്റെ 10% 11,000. ഇങ്ങനെ ഓരോ വർഷവും ഇൻട്രസ്റ്റ് നമ്മുടെ എമൗണ്ടിൻ്റെ കൂടെ, പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ കൂട്ടി വരുന്നു. അങ്ങനെ കൂട്ടിയിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി പ്രിൻസിപ്പൽ ആസ് വെൽ ആസ് ഓൺ ഇൻട്രസ്റ്റ് ഓൾറെഡി ആഡഡ് ടു പ്രിൻസിപ്പൽ എമൗണ്ട്. ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നോർമലി ഇവിടെ കോമ്പൗണ്ട് ചെയ്യുന്നത് ഹാഫ് ഇയർലി ആകാം, അല്ലെങ്കിൽ ഇയർലി ആകാം, അല്ലെങ്കിൽ ക്വാർട്ടർലി ആകാം, അല്ലെങ്കിൽ മന്ത്ലി ആകാം, അങ്ങനെയൊക്കെ ആകാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആനുവലി നമ്മൾ കോമ്പൗണ്ടിങ് നടത്തുകയാണെങ്കിൽ, അതായത് ഓരോ വർഷവുമാണ് കോമ്പൗണ്ടിങ് നടക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയാണ് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നടത്തുന്നത്? അതായത് ആനുവലി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്? വൺസ് എ ഇയർ ആണ്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ കോമ്പൗണ്ട് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഇത്തരം കേസിൽ നമ്മൾ ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നേരത്തെ നമ്മൾ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്ന പാർട്ടിൽ പഠിച്ചിട്ടുള്ള സെയിം ഇക്വേഷൻ ആണ്. എന്തായിരുന്നു? ഫ്യൂച്ചർ വാല്യൂ ഈസ് ഈക്വൽ ടു P × 1 + R/n എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബാങ്ക് പേയ്സ് ഇൻട്രസ്റ്റ് ഓഫ് 12% per annum for a fixed deposit of ₹10,000. The interest is credited to the account every year. Okay, how much the amount will the depositor get at the end of 3rd year എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 12% ആണ്. P എന്ന് പറയുന്നത് എത്രയാണ്? 10,000 ആണ്. N എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 3rd year ആണ്, 3 ആണ്. N എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ഫ്യൂച്ചർ വാല്യൂ ഈസ് ഈക്വൽ ടു P × 1 + R/n ആണ്. P എന്ന് പറയുന്നത് 10,000 ആണ്. R എന്ന് പറയുന്നത് എത്രയാണ്? 12%, അതായത് 0.12 ആണ്. N എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ 10,000 × 1.12 എന്ന് വരും. അതായത് 1.12 എന്ന് പറഞ്ഞാൽ 1.4049 എന്നുള്ളതാണ്. ഇപ്പോൾ 10,000 × 1.4049 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 14,049 എന്നുള്ളത് കിട്ടും. ഓക്കെ, 14,049 എന്ന് ആൻസർ കിട്ടും. ഇത്തരത്തിലാണ് ഇക്വേഷനലി നമ്മൾ ഫ്യൂച്ചർ വാല്യൂ കണ്ടെത്തുന്നത്. അതായത് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ ടേബിൾ 3 അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ടേബിൾ 3 മൂന്നാമത്തെ വർഷത്തെ എന്താണ് നമ്മൾ 12% നേരെയുള്ള വാല്യൂ എടുക്കുന്നു. അത് 1.405 ആണ്. ഇപ്പോൾ 10,000 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 14,050 എന്ന് കിട്ടും. നേരത്തെ കിട്ടിയിരുന്നത് 14,049 ആണ്. അത് പോയിന്റ് വരുമ്പോഴുള്ള ചെറിയ മാറ്റമാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഡയറക്റ്റ്ലി നമുക്ക് കിട്ടും. അപ്പോൾ ടേബിൾ 3 അപ്ലൈ ചെയ്തുകൊണ്ടും ഇവിടെ എന്ത് ചെയ്യാം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ കണ്ടെത്താം എന്നുള്ളതാണ്. ഇനി കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ആണ് അടുത്ത പാർട്ട് വരുന്നത്. കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ
ഇവിടെ നമ്മൾ ഹാഫ് ഇയർലി അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ മന്ത്ലി ഇങ്ങനെ എന്ത് ചെയ്യുന്നു കോമ്പൗണ്ടിങ് നടത്തുകയാണെങ്കിൽ, അതായത് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻസ് നടത്തുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കേസിൽ 3 കേസ് വരാം. ഹാഫ് ഇയർലി വരാം. നോർമലി ഹാഫ് ഇയർലി ആകുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ്. ഹാഫ് ഇയർലി ആകുമ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത് ഇവിടെ ഫ്യൂച്ചർ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇയർലിക്കും മന്ത്ലി ആണെങ്കിലും അതേപോലെ തന്നെ ക്വാർട്ടർലി ആണെങ്കിലും ഈ ഒരു ഇക്വേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് നേരത്തെ നമ്മൾ ഫ്യൂച്ചർ വാല്യൂവിൽ പഠിച്ചതാണ്. P × 1 + R/m (n m) എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടൈംസ് കോമ്പൗണ്ടിങ്, എത്ര തവണ കോമ്പൗണ്ട് ചെയ്യുന്നു. ഹാഫ് ഇയർലി ആകുമ്പോൾ 2 പ്രാവശ്യമാണ് കോമ്പൗണ്ട് ചെയ്യുക. ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം എന്നുള്ളതാണ്. ഹാഫ് ഇയർലി ആകുമ്പോൾ 2 പ്രാവശ്യം. ഓക്കെ, ഹാഫ് ഇയർലി 2 പ്രാവശ്യം, ക്വാർട്ടർലി ആകുമ്പോൾ 4 പ്രാവശ്യം, മന്ത്ലി ആകുമ്പോൾ 12 പ്രാവശ്യം. ഇത്തരത്തിലാണ് കോമ്പൗണ്ടിങ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹാഫ് ഇയർലി വരുന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം. A bank pays interest of 12% per annum for a fixed deposit of ₹10,000. Calculate value at the end of 3rd year if the compounding is semi-annually. ഓക്കെ, കോമ്പൗണ്ടിങ് നടക്കുന്നത് സെമി ആനുവലി ആണെങ്കിൽ ഇപ്പോൾ ഫ്യൂച്ചർ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. P × 1 + R/m(n) × m. P എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 10,000 ആണ്. 1 + R എന്ന് പറയുന്നത് 0.12 ആണ്. M എന്ന് പറയുന്നത് 2 ആണ്. ഇനി N എന്ന് പറയുന്നത് 3 ആണ്. M എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 10,000 × 1 + എന്താണ് 0.12 / 2 എന്ന് പറഞ്ഞാൽ 1.06 എന്ന് കിട്ടും. അതായത് ഇവിടെ 3 × 2 എന്ന് പറഞ്ഞാൽ എന്താണ് 6 ആണ്. ഓക്കെ, അപ്പോൾ 10,000 × 1.06 എന്ന് പറഞ്ഞാൽ 1.419 എന്ന് കിട്ടും. അതായത് 14,190 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇത് സെമി ആനുവലി ആണെങ്കിൽ. ഇനി ക്വാർട്ടർലി ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നടക്കുന്നതെങ്കിൽ അത്തരം കേസിൽ എങ്ങനെയാണ്? ആ സമയത്ത് m എത്രയായിരിക്കും? 4 ആയിരിക്കും. ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ എത്രയാണ്? 4 പ്രാവശ്യമാണ് വരിക. ഓക്കെ, 4 പ്രാവശ്യമാണ് ഇവിടെ കാൽക്കുലേഷൻസ് വരുന്നത്, ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വരുന്നത്. ഇപ്പോൾ നേരത്തെ കൊടുത്ത ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ കോമ്പൗണ്ടിങ് ഇസ് ഡൺ ക്വാർട്ടർലി എന്നാക്കി മാറ്റുന്നു. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നേരത്തെയുള്ള ഇക്വേഷനിൽ മാറ്റം വരുന്നത് എങ്ങനെയാണ്? 10,000 × 1 + 0.12, അതായത് 12% ആണ് എന്ത് ചെയ്യുന്നത് ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത്. / m എന്നുള്ളിടത്തിൽ 4 ആയിട്ട് മാറും. N × m എന്നുള്ളിടത്തിലും 4 ആയിട്ട് മാറും. m മാറുന്നു ഒരു വർഷത്തിൽ 4 പ്രാവശ്യം. അപ്പോൾ ഇവിടെ 10,000 × 1 + 0.12 / 4 എന്ന് പറഞ്ഞാൽ 0.03 എന്ന് കിട്ടും (6). അപ്പോൾ 10,000 × 1.03 എന്ന് കിട്ടും. അതായത് 10,000 × 1.4258 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും? 14,258 എന്ന് ആൻസർ കിട്ടും. 14,258 എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് ക്വാർട്ടർലി ആണെങ്കിൽ വരുന്നത്. ഇനി മന്ത്ലി കോമ്പൗണ്ടിങ് ആണെങ്കിൽ, m മാറുന്നു. m എത്രയായിരിക്കും? 12 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ കൊടുത്ത ക്വസ്റ്റ്യനിൽ ഇത് മാത്രം മാറ്റുന്നു, മന്ത്ലി ആക്കി മാറ്റുന്നു. മന്ത്ലി ആക്കുമ്പോൾ ഇവിടെ m എന്ന് പറയുന്നത് 12 ആയിട്ട് മാറുന്നു, ഇവിടെയും 12 ആയിട്ട് മാറുന്നു. ഇപ്പോൾ 10,000 × 1 + 0.12 / 12 (3 × 12), അതായത് 10,000 × 1 + 0.01 (36) എന്ന് കിട്ടും. അതായത് 10,000 × 1.4308, ദറ്റ് ഈസ് 14,308 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നടത്തുന്നത്. നോർമൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേഷനും ഇനി മന്ത്ലിയും അല്ലെങ്കിൽ ക്വാർട്ടർലിയും അതേപോലെ തന്നെ ഹാഫ് ഇയർലിയും ഒക്കെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.